തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ അറിവുകേട് കൊണ്ടോ വിവരമില്ലായ്മ കൊണ്ടോ ബുദ്ധിക്കുറവ് കൊണ്ടൊക്കെ തീവ്രമായ വലതുപക്ഷത്തിലോട്ട് പോയി വളരെ ക്രൂരമായ, വളരെ മോശപ്പെട്ട, വളരെ സൂഡോ സയൻസ് ആയിട്ടുള്ള ഐഡിയോളജികളിലോട്ട് പോയി ആ സൂഡോ സയൻസ് പ്രകാരം സോഷ്യലിസ്റ്റ് ഈ സൂഡോ സയൻസ് യൂജനിക്സ് ബ്രീഡേഴ്സ് എന്ന ഉള്ള സംഘടന പോലും ഉണ്ടാക്കി. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ബെർണാഡ് സോളമനെ പോലുള്ള മഹത് വ്യക്തികൾ, അതായത് ഫാദർ ഓഫ് ബോഡി ബിൽഡർ ആയിട്ടുള്ള യൂജിൻ സാൻഡ പോലുള്ള ബോഡി ബിൽഡേഴ്സ്, അവർ ബോഡി ബിൽഡിംഗ് മത്സരം എന്തിനാണ് വെച്ചത്? പുരുഷന്മാരുടെ ശാരീരിക സൗന്ദര്യവും ആരോഗ്യവും ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ആരോഗ്യവും കാത്തു സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബോഡി ബിൽഡിംഗ് അവതരിപ്പിച്ചത്. ആ ബോഡി ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടിങ് ഫാദേഴ്സ് എന്തിനാണോ ബോഡി ബിൽഡിങ് കണ്ടെത്തിയത്, അതുപോലെ ഒരു വള്ളിയോ പുള്ളിയോ പോലും തെറ്റിക്കാതെ അതുപോലെ കാത്തു സൂക്ഷിച്ച് ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുന്ന മഹത് വ്യക്തിയായിട്ടുള്ള ശ്രീമാൻ മിസ്റ്റർ കേരള, മിസ്റ്റർ ലെഫ്റ്റനന്റ് പത്മശ്രീ, കേണൽ മിസ്റ്റർ ആലപ്പുഴ, മിസ്റ്റർ കേരള ബെർണാഡ് സോളമൻ എന്ന് പറയുന്ന ജ്ഞാനി, അതിനെതിരെ എൻ്റെ മണ്ടത്തിൽ, എനിക്ക് ബുദ്ധിയില്ല, ഞാൻ മണ്ടനായിരുന്നു പണ്ട്, ഇപ്പോഴാണ് എനിക്ക് തിരിച്ചറിവ് വന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ തെറ്റുകൾ തിരുത്തി അദ്ദേഹത്തിൻ്റെ സാഷ്ടാംഗം വീണ് നമിക്കണം. അതിലുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, എന്തായിരുന്നു സത്യമെന്നുള്ളത്. സോഷ്യലിസ്റ്റ് ബ്രീഡേഴ്സ് യൂജനിക്സ് മൂവ്മെന്റ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഓർഗനൈസേഷനിലെ നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിരിക്കുകയാണ്. മാറ്റം വരുത്തിയിട്ടുണ്ട്. നീ കേക്കട്ടെ. നീ മണ്ടനാണെങ്കിലും പറയുന്ന പോങ്ങത്തരാണെങ്കിലും കേൾക്കാൻ രസമുണ്ട്. അതെ, ഞാൻ വളരെ മണ്ടനാണോ? ഞാൻ ഇന്ന് സ്ഥിരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്ത് പറയാൻ, എനിക്ക് ബുദ്ധിയില്ലായ്മ കൊണ്ടോ വിവരമില്ലായ്മ കൊണ്ടോ ഒക്കെ മണ്ടത്തരത്തിൽ ചെന്ന് ചാടി മനുഷ്യരല്ലേടോ? അബദ്ധം പറ്റാത്ത മനുഷ്യരാരെങ്കിലും ഉണ്ടോ? ബാക്കി പറയും. മുമ്പ് നമ്മുടെ ഓർഗനൈസേഷനിൽ ആർക്ക് വേണോ വന്ന് ചേരാം. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷനിൽ ചേരാൻ പറ്റുന്നത് ജനിതക രോഗങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ, ആരോഗ്യ പ്രശ്നം ഇല്ലാത്ത ആളുകൾ, ശാരീരികമായിട്ട് ഫിറ്റ് ആയിട്ടുള്ള ആളുകൾ. അപ്പൊ ഇതൊക്കെ നോക്കി മാത്രമാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മളിപ്പോ ആളുകളെ പങ്കെടുപ്പിക്കുന്നത്. ആഹാ, അങ്ങനെയാണ് നീ കണ്ടുപിടിക്കുന്നത്? നീ ഭയങ്കര സംഭവമാണ് കേട്ടോ. നീ ഇവിടെ ജനിക്കേണ്ടവനല്ല. ബാക്കി പറയും. അപ്പോ എനിക്ക് വലിയ തെറ്റ് പറ്റി. കാരണം ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ഒരു കള്ളൻ, ചാൾസ് ഡാർവിൻ ഒരു ഇംഗ്ലീഷുകാരനാണ്. അയാൾ ഒരു സൂഡോ സയൻസ് ഉണ്ടാക്കി. ആ സൂഡോ സയൻസിന്റെ പേര് ഓറിജിൻസ് ഓഫ് സ്പീഷീസ് എന്നാണ്. ആ ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ആള് പറയുന്നത് എല്ലാ ജീവിയിലും നാച്ചുറൽ സെലക്ഷൻ ഉണ്ടെന്നും എല്ലാ ജീവിയിലും ഏറ്റവും നല്ല ജനിതക ക്വാളിറ്റി അങ്ങനെ ഒരു സാധനം ഇല്ല. കറുത്ത ഗുളി എന്ന് പറയുന്ന മഹാൻ മുമ്പ് എൻ്റെ അടുത്ത് അത് പറഞ്ഞു. അപ്പോൾ ഞാൻ തർക്കിച്ചു. അത് തർക്കിക്കാൻ കാരണം ഈ ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ഈ സൂഡോ സയൻസ് പ്രചരിപ്പിച്ച അയാൾ കാരണമാണ്. കറുത്ത ഗുളി എന്ന് പറയുന്ന വലിയ അറിവുള്ള കറുത്ത ഗുളി അന്നേ പറഞ്ഞു ഹൈ ക്വാളിറ്റി ലോ ക്വാളിറ്റി ജെനറ്റിക്സ് ഒന്നും ഇല്ല, അതൊക്കെ സൂഡോ സയൻസ് ആണ്, എല്ലാവരുടെ ജെനറ്റിക്സും ഹൈ ക്വാളിറ്റിയാണ്. അതെ, അത് വളരെ ശരിയാണ്. അതൊക്കെ ഞാൻ മനസ്സിലായത് ഈ ചാൾസ് ഡാർവിൻ്റെ ഓറിജിൻസ് ഓഫ് സ്പീഷീസ് എന്നുള്ള ഗ്രന്ഥം സൂഡോ സയൻസ് ആണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നതേ. ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്ന് പറയുന്ന ഒരു ലെഫ്റ്റിസ്റ്റ് ശാസ്ത്രകാരൻ്റെ പുസ്തകമാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. അതായത് ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്നാണ് ആ ശാസ്ത്രകാരൻ്റെ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ ഈ ഡാർവിൻ എന്ന് പറയുന്ന ആ സൂഡോ സയൻസ് പ്രചരിപ്പിച്ച അയാൾ പറയുന്നത് എല്ലാ ജീവികളിലും നല്ല ജനറ്റിക് ക്വാളിറ്റി ഉള്ള ജീവികളും ജനറ്റിക് ക്വാളിറ്റി ഇല്ലാത്ത ജീവികളും ഉണ്ടെന്നാണ് അയാൾ സൂഡോ സയൻസ് പ്രചരിപ്പിച്ച്. ജനറ്റിക് ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി, ലോ ക്വാളിറ്റി ഒന്നുമില്ല, എല്ലാവരും കിടിലം ക്വാളിറ്റിയാണ്, എല്ലാവരും കിടിലമാണ്. ഈ ഹൈ ക്വാളിറ്റി ലോ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് സൂഡോ സയൻസ് ആണ്. അപ്പോൾ ഈ ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ദുഷ്ടൻ എൻ്റെ അടുത്ത് അയാൾ ഓറിജിൻസ് ഓഫ് സ്പീഷീസിൽ പറഞ്ഞത് നാച്ചുറൽ സെലക്ഷൻ വഴി ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള അതിജീവിക്കാനുള്ള ക്വാളിറ്റി ഉള്ള നല്ല ഇമ്മ്യൂണിറ്റിയോ DNA റിപ്പയർ മെക്കാനിസമൊക്കെ ഉള്ള ജീവികൾ മാത്രം കുട്ടി ഉണ്ടാക്കിയാൽ ആരോഗ്യമുള്ള കുട്ടികൾ ഉണ്ടാവുള്ളൂ, അല്ലാത്തവരൊന്നും മൃഗങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കൂലെന്നാണ് ഓറിജിൻസ് ഓഫ് സ്പീഷീസിൽ ഡാർവിൻ പറഞ്ഞ്. ഞാൻ അയാൾ പറഞ്ഞതൊക്കെ കേട്ടങ്ങ് വിശ്വസിച്ചു പോയി. പിന്നെയാണ് ഒരു ലെഫ്റ്റിസ്റ്റ് ശാസ്ത്രകാരനായിട്ടുള്ള ഒരു ലെഫ്റ്റിസ്റ്റ് ജീവശാസ്ത്രജ്ഞൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായിട്ടുള്ള ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്ന് പറയുന്ന
ആ ഗ്രന്ഥത്തിൽ പറഞ്ഞത് ഇങ്ങനെയല്ല. ആ ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സത്യസന്ധമായ ആ ഒരു ലെഫ്റ്റിസ്റ്റ് ജീവശാസ്ത്രജ്ഞന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഹൈ ക്വാളിറ്റി ലോ ക്വാളിറ്റിയിൽ ഇപ്പം ഞാൻ നല്ല ബോഡി മസിലൊക്കെ വെച്ചിരിക്കുന്നു, ഞാൻ കുട്ടി ഉണ്ടാക്കിയ ആരോഗ്യമില്ലാത്ത കുട്ടികൾ ഉണ്ടാവുമെന്നും, അതേസമയം നല്ല ജനിതക രോഗങ്ങളോ ആരോഗ്യമില്ലാത്ത ആളുകളൊക്കെ എന്തെങ്കിലും ഡിസീസുകളൊക്കെ ഉള്ള ആളുകൾ കുട്ടി ഉണ്ടാക്കി അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ള ബുദ്ധി കൂടിയ കുട്ടികൾ ഉണ്ടാവുമെന്നാണ് ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്ന് പറയുന്ന ലെഫ്റ്റിസ്റ്റ് ജീവശാസ്ത്രജ്ഞൻ്റെ ബുക്കിലുള്ളത്. അപ്പോൾ ഈ ഡാർവിനെ പോലെ സൂഡോ സയൻസ് പ്രചരിപ്പിച്ച ഒരാൾ, കാരണം ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്ന് പറയുന്ന ആ പുണ്യ ഗ്രന്ഥത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാ ജീവികളെയും ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്ന് പറയുന്ന ആ ജീവശാസ്ത്ര ഗ്രന്ഥത്തിൽ എല്ലാ ജീവികളെയും നിരീക്ഷിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ചിമ്പാൻസികളെയൊക്കെ നിരീക്ഷിച്ചപ്പോൾ ചിമ്പാൻസികളുടെ ഇടയിൽ ആൽഫാമെയിലൊന്നും ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അത് ഓറിജിൻസ് ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന സൂഡോ സയൻസ് പ്രചരിപ്പിച്ച ചാൾസ് ഡാർവിൻ്റെ ബുക്കിലാണുള്ളത്. ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്ന് പറയുന്ന ജീവശാസ്ത്ര ഗ്രന്ഥത്തിൽ ആൽഫാമെയിലൊന്നും ഇല്ല, അത് സൂഡോ സയൻസ് ആണ്, അത് കള്ളമാണ്. സിനിമാക്കാരും നാടകകൃത്തുക്കളൊക്കെ എഴുതി ഉണ്ടാക്കിയതാണ് ആൽഫാമെയിൽ, അങ്ങനെ ഒരു സാധനമേ ഇല്ല. അപ്പോൾ സൂഡോ സയൻസ് അതിൻ്റെ ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്ന് പറയുന്ന ജീവശാസ്ത്ര ഗ്രന്ഥത്തിൽ ചിമ്പാൻസികളെ കുറിച്ച് പഠിച്ചപ്പോൾ ചിമ്പാൻസികൾ എല്ലാവർക്കും ചിമ്പാൻസികളുടെ ഇടയിൽ ഹൈ ക്വാളിറ്റി ജെനറ്റിക്സും ലോ ക്വാളിറ്റി ജെനറ്റിക്സ് ഒന്നും ഇല്ല, അത് സൂഡോ സയൻസ് ആണ്. എല്ലാ ചിമ്പാൻസിയും ഈക്വൽ ആണ്, തുല്യതയാണ്. അവർ കറുത്ത ഗുളിക പറഞ്ഞല്ലോ, ചിമ്പാൻസികളൊക്കെ ഒന്നിച്ചിരുന്ന് ചമ്മണം മറിഞ്ഞിരുന്ന് ഭക്ഷണമൊക്കെ ഇങ്ങനെ വിളമ്പിക്കൊടുത്ത് ഒരാണിനൊരു കല്യാണമൊക്കെ നടത്തി പെണ്ണാലോചിച്ച് ഒരാണിന് ഒരു ചിമ്പാൻസി ആണിന് ഒരു ചിമ്പാൻസി പെണ്ണിന് അങ്ങനെയാണ് ജീവിക്കണം എന്നാണ് കറുത്ത ഗുളികയെന്ന് പറയുന്ന ഒരു വർഷം മുമ്പ് പറഞ്ഞത്. എനിക്കന്നത് മനസ്സിലായില്ല. ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്ന് പറയുന്ന ജീവശാസ്ത്ര ഗ്രന്ഥം വായിച്ചപ്പോഴാണ് സത്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. കാരണം ചിമ്പാൻസിയുടെ ഒരു എല്ലാ ചിമ്പാൻസികളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് അവർ ഓരോ പെണ്ണാലോചിച്ച് ഓരോ ചിമ്പാൻസിക്ക് ഓരോ പെണ്ണ്, അങ്ങനെ എല്ലാവരും സുഖിച്ച് ഐക്യത്തോടുകൂടി ജീവിക്കുന്നതാണ് എല്ലാ ജീവികളുടെ കമ്മ്യൂണിറ്റി. സിംഹമായാലും അങ്ങനെയാണ്. ഈ ഡാർവിൻ എന്ന് പറയുന്ന ഓറിജിൻസ് ഓഫ് സ്പീഷീസിൽ പറയുന്നു ആൽഫാമെയിൽ സിംഹം ഉണ്ടെന്നൊക്കെ. സൂഡോ സയൻസ് ആൽഫാമെയിൽ സിംഹമൊന്നുമില്ല. സിംഹങ്ങളൊക്കെ എല്ലാ സിംഹങ്ങളും ഒരു സിംഹത്തിന് ഒരു ആൺസിംഹത്തിന് ഒരു പെൺസിംഹം, അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് സഹകരിച്ച് സുഖിച്ച് ജീവിക്കുന്നതാണ് ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്ന് പറയുന്ന ജീവശാസ്ത്ര ഗ്രന്ഥത്തിൽ പറയുന്നത്. സൂഡോ സയൻസ് ആയിട്ടുള്ള ഓറിജിൻസ് ഓഫ് സ്പീഷീസോ അതിൽ പറയുന്നത് മോശം, മറ്റേ ആൽഫാമെയിൽ ഉണ്ടെന്നും നല്ല ജനറ്റിക് ക്വാളിറ്റി ഉള്ള ആൺസിംഹം മാത്രമേ കുട്ടി ഉണ്ടാക്കാവൂ, അല്ലാത്ത സിംഹങ്ങൾ കുട്ടി ഉണ്ടാക്കിയ അതിജീവിക്കാൻ യോഗ്യത ഇല്ലാത്ത കുട്ടികളാണ് ജനിക്കുന്നതിനൊക്കെ ഉള്ള സൂഡോ സയൻസ് ആണ് ഡാർവിൻ പ്രചരിപ്പിച്ചത്. അത് സൂഡോ സയൻസ് ആണ്. നമുക്ക് ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്ന് പറയുന്ന ജീവശാസ്ത്ര ഗ്രന്ഥമാണ് എടുക്കേണ്ടത്. അപ്പം ഞാൻ ബാക്കി കേൾക്കട്ടെ. എനിക്ക് തെറ്റുപറ്റിപ്പോയി, അതായത് ഞാൻ പറയുന്നതൊക്കെ മണ്ടത്തരമാണ്. ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്ന് പറയുന്ന പുണ്യ ഗ്രന്ഥം, ആ ദിവ്യ ഗ്രന്ഥം വായിച്ചപ്പോഴാണ് സത്യങ്ങൾ എനിക്ക് മനസ്സിലായത്. ഞാൻ ഓറിജിൻസ് ഓഫ് സ്പീഷീസ് എന്നുള്ള ആ ചാൾസ് ഡാർവിൻ്റെ സൂഡോ സയൻസ് വായിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയതാണ്, ക്ഷമിക്കണം. ഓറിജിൻസ് ഓഫ് സ്പീഷീസ് മൃഗങ്ങളെക്കുറിച്ചുള്ള പഠനം, ചിമ്പാൻസിയെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ അല്ലേ അറിഞ്ഞ ചിമ്പാൻസികളൊക്കെ അവിടെ ആൽഫാമെയിലോ അങ്ങനെയൊന്നും ഇല്ലെന്നും അവിടെ ജെനറ്റിക് ക്വാളിറ്റി ഹൈ ഇൻ ലോ ഒന്നും ഇല്ലെന്നും എല്ലാവരും ഈക്വൽ ജെനറ്റിക് ക്വാളിറ്റി ഉള്ളവരാണെന്നും ഒരു ചിമ്പാൻസി ആണെന്നും ഒരു ചിമ്പാൻസി പെണ്ണായിട്ടാണ് അവർ ജീവിക്കണതെന്നൊക്കെ ഓറിജിൻസ് ഓഫ് മനസാക്ഷി വായിച്ചപ്പോഴാണ് സത്യം മനസ്സിലായത്. എൻ്റെ അടുത്ത് പൊറുക്കണം, എല്ലാവരും പൊറുക്കണം, അതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി കേൾക്കട്ടെ. അപ്പോൾ ഇതിനുള്ള കാരണം നമ്മൾ നല്ല മനുഷ്യത്വമുള്ള ആളുകളാണ്. കാരണം ഈ സൊസൈറ്റിയിലുള്ള ആളുകൾക്ക്, സാധാരണ വർക്കിംഗ് ക്ലാസ് ആളുകൾക്ക് ജെനറ്റിക്സിനെ കുറിച്ചുള്ള അറിവൊന്നുമില്ല. ഇല്ലടാ, ലോകത്തിൽ നിനക്ക് മാത്രമേ ജെനറ്റിക്സിനെ കുറിച്ച് അറിവുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേക്കോലമായി നീ ജനിച്ചത്. പറ. അതെ, മഹാനായ യൂജിൻ സാന്റ, ഫാദർ ഓഫ് ബോഡി ബിൽഡർ, യുവാക്കളുടെ ആരോഗ്യം സംരക്ഷിക്കാനും നാച്ചുറൽ ആയിട്ടുള്ള ശരീരഭംഗി വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി വെച്ച ബോഡി ബിൽഡിങ്, അതുപോലെ തന്നെ ആരോഗ്യമൊക്കെ സംരക്ഷിച്ച് നാച്ചുറൽ ആയിട്ടുള്ള സൗന്ദര്യമൊക്കെ കാണിച്ച് യൂജിൻ സാന്റയുടെ പാത പിന്തുടരുന്ന മഹാനായ കേണൽ പത്മശ്രീ ഭരത് മിസ്റ്റർ കേരള ആയിട്ടുള്ള ചോളമൻ പറഞ്ഞ കറക്റ്റാണ്. എനിക്കൊന്നും അറിഞ്ഞുകൂടോ, എനിക്ക് ജെനറ്റിക്സിനെ കുറിച്ചുള്ള അറിവൊന്നും ഇല്ല. എനിക്ക് പിഴച്ചു. ഞാൻ പറഞ്ഞല്ലോ, ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ഒരു സൂഡോ സയൻസ്, ഓറിജിൻസ് ഓഫ് സ്പീഷീസ് എന്നുള്ള സൂഡോ സയൻസ് ഒക്കെ പറ്റിക്കപ്പെടുകയാണ് ഞാൻ ചെയ്തത്. എനിക്ക് ജെനറ്റിക്സിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. ശരിയാണ്, എനിക്ക്
അബദ്ധം പറ്റി. ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്ന് പറയുന്ന ഗ്രന്ഥം വായിച്ചപ്പോഴാണ് പിടികിട്ടിയത്. അതായത് ഞാൻ കുട്ടിയിൽ ഉണ്ടാക്കുന്നുണ്ടോ, ഞാൻ പണ്ട് വിചാരിച്ച് എനിക്ക് ഈ ഓറിജിൻസ് ഓഫ് സ്പീഷീസ് ചാൾസ് ഡാർവിൻ്റെ ഗ്രന്ഥം അനുസരിച്ച് ഞാൻ വിചാരിച്ച് ഇത്രയൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് ഇത്രയും ഹെൽത്തിയൊക്കെ ആയിട്ടിരിക്കുകയല്ലേ കുട്ടി ഉണ്ടാക്കാമെന്ന്. പക്ഷെ ഓറിജിൻസ് ഓഫ് മനസാക്ഷി വായിച്ചപ്പോഴാണ് ഞാൻ കുട്ടി ഉണ്ടാക്കിയ ആരോഗ്യമില്ലാത്ത കുട്ടിയായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. അതിൻ്റെ താല്പര്യമില്ല. അതുകൊണ്ട് ആരോഗ്യമൊക്കെ ഇല്ലാത്ത ആളുകളോ എന്തെങ്കിലും ജനിതക രോഗങ്ങളൊക്കെ ഉള്ള ആളുകളോ നിങ്ങളൊക്കെ കുട്ടി ഉണ്ടാക്കിയ നല്ല ആരോഗ്യമുള്ള കുട്ടിയൊക്കെ ഉണ്ടാവും. അത് ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അതാണ് പറയുന്നത്. അപ്പോൾ ഓറിജിൻസ് ഓഫ് സ്പീഷീസ് ചാൾസ് ഡാർവിൻ്റെ സൂഡോ സയൻസ് ആണല്ലോ. അപ്പോൾ ഓറിജിൻസ് ഓഫ് മനസാക്ഷി അനുസരിച്ച് നല്ല ആരോഗ്യം ഉള്ള ആളുകളൊക്കെ ദയവ് ചെയ്ത് കുട്ടികളെയൊക്കെ ഉണ്ടാക്കാതിരിക്കുക. നിങ്ങൾ കുട്ടി ഉണ്ടാക്കിയ ആരോഗ്യമില്ലാത്ത കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നല്ല ആരോഗ്യം കുറഞ്ഞവരോ ജനിതക രോഗങ്ങളൊക്കെ ഉള്ള ആളുകളോ ഒക്കെ കുട്ടികളെ ഉണ്ടാക്കുക. നല്ല ആരോഗ്യമുള്ള കുട്ടികളെ നിങ്ങൾക്ക് ജനിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ അറിവ് എൻ്റെ തെറ്റ് ഞാൻ ക്ഷമിക്കുന്നു. പത്മശ്രീ ഭരത് കേണൽ യൂജിൻ സാൻഡയുടെ ഫോളോവറായിട്ടുള്ള ഫാദർ ഓഫ് ബോഡി ബിൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്ത് ഒരു വള്ളിയോ പുള്ളിയോ തെറ്റിക്കാതെ ഫോളോ ചെയ്യുന്ന ഈ മഹത് വ്യക്തിയായിട്ടുള്ള ബെർണാഡ് സോളമൻ പറഞ്ഞത് ശരിയാണ്. എനിക്ക് ജെനറ്റിക്സിനെ കുറിച്ചുള്ള ഒരു അറിവ് ഇല്ലായിരുന്നോ. ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്നുള്ള ബുക്ക് വായിച്ചപ്പോഴാണ് എനിക്ക് അറിവ് കിട്ടിയത്. ആ ചാൾസ് ഡാർവിനാണ് കാരണം. എന്നെ കുറ്റം പറയരുതേ, ഞാൻ പാവുകയാണ്. ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ദുഷ്ടൻ, മനസാക്ഷിയില്ലാത്ത ക്രൂരൻ, അയാളാണ് എല്ലാത്തിനും കാരണം. ആളുകൾക്ക് ജെനറ്റിക്സിനെ കുറിച്ച് ഉള്ള അറിവില്ലാത്തതാണ് ഇവിടുത്തെ ബിഗ് ഫാർമയും മെഡിക്കൽ മാഫിയൊക്കെ അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ആൾക്കാർക്ക് അസുഖം വരുമ്പോൾ മരുന്ന് മേടിക്കാൻ പോകുമ്പോൾ അതുകൊണ്ടാണല്ലോ അവരൊരു ചൂഷണം ചെയ്യണത്, മരുന്ന് കൊടുത്തിട്ട് അല്ലേ. നീ ഇപ്പോഴും 21 എന്തിനടാ ജീവിക്കണത്? നീ ഫ്രഞ്ച് വിപ്ലവത്തിൽ തന്നെ നിൽക്കുകയാണ്. ഫ്രഞ്ച് വിപ്ലവമൊക്കെ കഴിഞ്ഞു പോടാ. ഫ്രഞ്ച് വിപ്ലവത്തിലെ വെടിക്കൊപ്പൊന്നുമല്ല ഇപ്പൊ ഉപയോഗിക്കുന്നത്. നീ ചിന്തിക്കുന്നതിന് മുമ്പ് നിന്റെ കളസം കയറുന്ന സാധനമൊക്കെ വരുന്നുണ്ട് ഇപ്പോ. ആ പറയുക. അപ്പൊ നമുക്ക് മനുഷ്യത്വം തോന്നി. അതെ, ആളുകൾ ആശുപത്രിയിൽ ചെന്ന് മരുന്ന് വാങ്ങണം. ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിനും ഞാൻ ഈ സൊസൈറ്റിയോടും ലോകത്തോടും എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. അതായത് ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്നുള്ള ഗ്രന്ഥം ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ കണ്ട് കുറേ പേര് ബ്രെയിൻ വാഷായി തെറ്റിദ്ധരിച്ചു. അതായത് എല്ലാവരോടും ഞാൻ പൂർവാധികം ക്ഷമ ചോദിക്കുന്നു. ഓറിജിൻസ് ഓഫ് സ്പീഷീസ് എന്നുള്ള സൂഡോ സയൻസ് ഗ്രന്ഥം അയാൾ മറ്റ് ജീവികളെ നിന്ന് പഠിച്ച പോലും ഡാർവിൻ കള്ളൻ. അയാൾ കള്ളനാണ്. മനുഷ്യരാശിയോട് ക്രൂരത ചെയ്ത ഒരാളാണ് അയാൾ. ഒരു മനസാക്ഷി ഇല്ലാത്തൊരു മനുഷ്യൻ. അപ്പോൾ എല്ലാവർക്കും ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്ന് പറയുന്ന ജീവശാസ്ത്ര ഗ്രന്ഥം ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ ഇത്രയും നാളും പഠിച്ചതൊക്കെ തെറ്റാണ്. അതുകൊണ്ട് തന്നെ നല്ല നാച്ചുറൽ ബോഡിയും വർക്കൗട്ടൊക്കെ ചെയ്ത ആളുകളടുത്ത് ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്നുള്ള ജീവശാസ്ത്ര ഗ്രന്ഥപ്രകാരം ഞാൻ വാണിംഗ് ചെയ്യുകയാണ്. കുട്ടിയെ ഉണ്ടാക്കണമെങ്കിൽ സൂക്ഷിച്ചോ. ആരോഗ്യമില്ലാത്ത കുട്ടി ഉണ്ടാക്കാനുള്ള ഭയങ്കര വലിയ ചാൻസ് ഉണ്ട്. നിങ്ങൾ നല്ല നാച്ചുറൽ ബോഡിയും നല്ല ആരോഗ്യമുള്ള ആളാണോ, നിങ്ങൾക്ക് ആരോഗ്യമില്ലാത്ത കുട്ടി ജനിക്കാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അതേസമയം വാണിംഗ് തരയാണ്, നല്ല ആരോഗ്യമുള്ളവരുടെ അടുത്ത് ഒന്നുകൂടെ വാണിംഗ് തരയാണ്. ജനിതക രോഗങ്ങളുള്ള ആളുകളും ആരോഗ്യം കുറഞ്ഞ ആളുകളും അങ്ങനത്തെ ആളുകൾ കുട്ടി ഉണ്ടാക്കിയ വളരെ ഭയങ്കര ക്വാളിറ്റിയുള്ള ഭയങ്കര ആരോഗ്യമുള്ള കുട്ടികൾ ജനിക്കാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. പക്ഷെ നിങ്ങളുണ്ടാക്കിയ വളരെ കുറവാണ് ആരോഗ്യമുള്ള കുട്ടി ജനിക്കാനുള്ള. അത് ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്നുള്ള ആ ഒരു ജീവശാസ്ത്ര ഗ്രന്ഥപ്രകാരമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കണം, ഞാൻ ഈ സൊസൈറ്റിയോട് തെറ്റു പറഞ്ഞു പോയി. മെഡിക്കൽ മാഫിയ എന്നോട് ക്ഷമിക്കണം. ഡോക്ടർമാരും ആശുപത്രി കച്ചവടക്കാരും നേഴ്സുമാരും എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇനി ഞാൻ പറയത്തില്ല. ഞാൻ ഇനി ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്നുള്ള ഗ്രന്ഥപ്രകാരമേ പറയുള്ളൂ. അപ്പോൾ ഡോക്ടർമാർക്കും ആശുപത്രിക്കാർക്കൊക്കെ സന്തോഷമായി കാണുമല്ലോ. മുമ്പ് എൻ്റെ അടുത്ത് കട്ട ദേഷ്യമായിരിക്കും. കാരണം ഞാൻ ഓറിജിൻസ് ഓഫ് സ്പീഷീസ് എന്നുള്ള ഒരു ക്രൂരമായ ഒരു സൂഡോ സയൻസ് പ്രചരിപ്പിച്ചുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. എനിക്ക് അറിവില്ല. സോളമൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. എനിക്ക് അറിവൊന്നുമില്ല. അതെ, ഫ്രഞ്ച് വിപ്ലവത്തിന് അന്ന് ഉപയോഗിച്ച വെടിക്കോപ്പൊന്നുമല്ല ഇന്ന്. അതെ, എല്ലാം ശരിയാണ്. എനിക്ക് വളരെ വലിയ തെറ്റുപറ്റി. ശരിക്കും പറഞ്ഞാൽ അതാണ്. അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യമുള്ള ആളുകൾക്ക് ഞാൻ വീണ്ടും വാണിംഗ് തരയാണ്. നല്ല നാച്ചുറൽ ബോഡിയും നല്ല മെറ്റബോളിസവും നല്ല ആരോഗ്യമൊക്കെ ഉള്ള ആളുകൾ വളരെയധികം പേടിക്കണം കുട്ടി ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് ആരോഗ്യമില്ലാത്ത കുട്ടി ഉണ്ടാവാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. പേടിച്ചേ പറ്റൂ. ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്നുള്ള ജീവശാസ്ത്ര ഗ്രന്ഥപ്രകാരമാണ് പറയുന്നത്. അല്ല ചാൾസ് ഡാർവിൻ്റെ ഓറിജിൻസ് ഓഫ് സ്പീഷീസ് എന്നുള്ള സൂഡോ സയൻസിൽ ചാടി അബദ്ധം പറ്റരുത്. ബാക്കി കേൾക്കട്ടെ.
അപ്പോൾ നമുക്ക് മനുഷ്യത്വം തോന്നി, ഞാനൊക്കെ ഇതിനെതിരെ പ്രതികരിച്ചു. ആരോഗ്യമില്ലാത്ത ആളുകൾ കുട്ടി ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റി, ഇതേ ആരോഗ്യമില്ലാത്ത ആളുകൾ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കുമൊക്കെ തെറി വിളിക്കുകയാണ് ചെയ്തത്. എന്റെ മാത്രമല്ല, നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ അങ്ങനെയാണ് ചെയ്തത്. അതെ അതെ, വളരെ എൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ അടുത്തും ഞാൻ പറയുകയാണ്, വളരെ വലിയ തെറ്റായിപ്പോയി. അതായത് ഞാനൊന്ന് ആഗ്രഹിച്ചു പോവുകയായിരുന്നു. ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്നുള്ള ജീവശാസ്ത്ര ഗ്രന്ഥം ആ സമയത്ത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അതിലുള്ള ജ്ഞാനം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഈ തെറ്റിദ്ധാരണകളോ സൂഡോ സയൻസോ ഒന്നും ഞാൻ പ്രചരിപ്പിക്കില്ലായിരുന്നു. അതായത് ജനിതക രോഗങ്ങളുള്ള ആളുകളും ആരോഗ്യമില്ലാത്ത ആളുകളൊക്കെ എന്നെയും എൻ്റെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ തെറി വിളിച്ചു. ഇപ്പോഴാണ് തെറ്റ് മനസ്സിലായത്. അതായത് ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്നുള്ള ജീവശാസ്ത്ര ഗ്രന്ഥം വായിച്ചപ്പോഴാണ് തെറ്റ് മനസ്സിലായത്. അതായത് ആരോഗ്യമില്ലാത്ത ജനിതക രോഗങ്ങളുള്ള ആളുകൾ കുട്ടിയുണ്ടാക്കിയ ഭയങ്കര ആരോഗ്യമുള്ള, ഭയങ്കര ബുദ്ധിശക്തിയുള്ള കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് ആ ഗ്രന്ഥം വായിച്ചപ്പോഴാണ് മനസ്സിലായത്. കാരണം ഈ ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ആള്, ഞാൻ ഒരു തെറ്റുകാരനും അല്ലടോ, ഞാൻ അയാളുടെ ബുക്ക് വായിച്ച് പഠിച്ച് അതാണ് സത്യമെന്ന് തെറ്റിദ്ധരിച്ചതാണ്. ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ഓറിജിൻസ് ഓഫ് സ്പീഷീസ് എന്നുള്ള ബുക്ക് എഴുതിയ ആള് പറഞ്ഞ് ആരോഗ്യമുള്ള ആളുകളും ജനിതക രോഗമുള്ള ആളുകളും ചത്തുപോകുമെന്ന് കള്ളം പറഞ്ഞിരിക്കുന്നു, ദുഷ്ടൻ. കാരണം ഇന്ന് ലോകത്ത് ആരെങ്കിലും ചാവുന്നുണ്ടോ? എല്ലാവരും ആശുപത്രി ജനിക്കുകയില്ലേ, എല്ലാവരും ജീവിക്കുകയില്ലേ? അപ്പം ചാൾസ് ഡാർവിൻ കള്ളം പറഞ്ഞു. അയാൾ പറഞ്ഞ ആരോഗ്യമില്ലാത്തവരും മോശപ്പെട്ട ജെനറ്റിക്സ് എന്നുള്ള സൂഡോ സയൻസ് ഒക്കെ പറഞ്ഞു. അങ്ങനത്തെ ജെനറ്റിക്സ് ഒക്കെ ലോകത്തുണ്ട്. കറുത്ത ഗുളി എന്ന് പറയുന്ന മഹത് വ്യക്തി പണ്ടേ പറഞ്ഞില്ലേ, ഹൈ ക്വാളിറ്റി ജെനറ്റിക്സ്, ലോ ക്വാളിറ്റി ജെനറ്റിക്സ്, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ സൂഡോ സയൻസ് ആണ്. ഒരു ഈക്വൽ ജെനറ്റിക്സേ ലോകത്തുള്ളൂ. ഹൈ ക്വാളിറ്റി ലോ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് ക്രൈം അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റിയാണ്, സൂഡോ സയൻസ് ആണ്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് എന്നെ തെറി വിളിച്ച അതായത് ജനിതക രോഗങ്ങളും ആരോഗ്യമില്ലാത്തവർ കുട്ടിയുണ്ടാക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നെ തിരിച്ച് തെറി വിളിച്ച ജനിതക രോഗങ്ങളുള്ള ആളുകളും ആരോഗ്യമില്ലാത്തവരൊക്കെ എന്നോട് മാപ്പ് തരണം. ഞാൻ നിങ്ങളുടെ കാല് തൊട്ട് വന്ദിക്കുന്നു. കാരണം ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്നുള്ള ഗ്രന്ഥം വായിച്ചപ്പോഴാണ് മനസ്സിലായത്, ജനിതക രോഗങ്ങളും ആരോഗ്യം ഇല്ലാത്ത ആളുകൾക്കൊക്കെ ആരോഗ്യവും ബുദ്ധിയുള്ള കുട്ടി ഉണ്ടാവാനുള്ള ചാൻസ് വളരെ ഹൈ ആണെന്ന് അവർ കുട്ടി ഉണ്ടാക്കിയ. അതേസമയം ആരോഗ്യമുള്ളവൻ കുട്ടി ഉണ്ടാക്കിയാൽ ആരോഗ്യമില്ലാത്ത കുട്ടി ഉണ്ടാവാനുള്ള ചാൻസ് വളരെ ലോയുമാണ്. അതാണ് ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്നുള്ള ജീവശാസ്ത്ര ഗ്രന്ഥം പറയുന്നത്. ഡാർവിനാണ് കുറ്റക്കാരൻ, ഞാൻ ഒരു കുറ്റക്കാരനുമല്ലേ. ഞാൻ അയാളുടെ ബുക്ക് വായിച്ച് ബ്രെയിൻ വാഷ് ആയി പോയതാണ്. ഡാർവിൻ എന്ന് പറയുന്ന സൂഡോ സയൻസ് പ്രചരിപ്പിച്ച ഒരാളുടെ ഓറിജിൻസ് ഓഫ് മനസാക്ഷിയാണ് എനിക്ക് വെളിച്ചം പകർന്ന ഗ്രന്ഥം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഓറിജിൻസ് ഓഫ് മനസാക്ഷി വെച്ചേ സംസാരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ സൊസൈറ്റി ഇനി ഉന്നമനത്തിലോട്ട് എത്തും. ഇവിടെ ഓറിജിൻസ് ഓഫ് മനസാക്ഷി വെച്ചാണ് ഇനി മുതൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി ആശുപത്രികളുടെ എണ്ണം കുറയും, മെഡിക്കൽ സ്റ്റോറുകൾ അടച്ചുപൂട്ടും, മെഡിക്കൽ മാഫിയകൾ താടിക്ക് കൈയും വെച്ചിരിക്കേണ്ടി വരും. കാരണം കാരണം ഓറിജിൻസ് ഓഫ് മനസാക്ഷി വെച്ചിട്ടാണ് പറയുന്നത്, അതാണല്ലോ സത്യം. ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്നുള്ള ജീവശാസ്ത്ര ഗ്രന്ഥമാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിക്കൽ മാഫിയൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കും, അയ്യോ എന്നാലും ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് വിചാരിച്ച്. കാരണം ആശുപത്രികൾ അടച്ചുപൂട്ടും, ഗവൺമെൻറ്റിന് മെഡിക്കൽ ഫണ്ട്, ആരോഗ്യ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ടുകൾ കുറയും, അതുവഴി രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഉയരും, മരുന്ന് മാഫിയക്കാരുടെ ശല്യങ്ങൾ തീരും. അതൊക്കെയാണ് ഈ ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്നുള്ള ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള സത്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് ജീവിച്ചാൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. എങ്ങനെ വിളിക്കാതിരിക്കൂടാ? നീ ഒരുത്തന്റെ ജീൻ ക്വാളിറ്റി മോശമാണെന്ന് പറഞ്ഞാൽ അവൻ നിന്റെ തന്തയ്ക്ക് വിളിക്കത്തില്ലേ? നിന്റെ തള്ളക്കം വിളിക്കും. അത് നീ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. നിന്റെ വായി നാവ് നല്ലതാണെന്നുണ്ടെങ്കിൽ നീ കേൾക്കില്ല. ബാക്കി പറ. അതെ, വളരെ ശരിയാണ്. ഞാൻ തന്തയ്ക്കും തള്ളക്കൊക്കെ വിളി കേൾക്കാൻ വളരെ അർഹനാടോ. ഞാൻ പറഞ്ഞല്ലോ, ഡാർവിൻ എന്ന് പറയുന്ന ദുഷ്ടൻ, അയാൾ കാരണമാണ് ഈ അബദ്ധമൊക്കെ പറ്റിയത്. അപ്പോൾ എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ച് ആരോഗ്യമില്ലാത്തവരും ജനിതക രോഗങ്ങളുള്ളവരൊക്കെ എന്നോട് ക്ഷമിക്കുക, നിങ്ങൾ 10ഉം 15ഉം കുട്ടികൾ ഉണ്ടാക്കണം. കാരണം ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്നുള്ള സത്യസന്ധമായ ബുക്ക് വായിച്ചപ്പോഴല്ലേ മനസ്സിലായത്, ജനിതക രോഗങ്ങളും ആരോഗ്യമൊന്നും ഇല്ലാത്ത ആളുകൾ കുട്ടികളെ ഉണ്ടാക്കിയാൽ നല്ല ബുദ്ധിയും നല്ല ആരോഗ്യമുള്ള കുട്ടികളുണ്ടാവാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അപ്പോൾ എനിക്ക് അപേക്ഷിക്കാനുള്ളത്, അതായത് ഞാനൊരു ചാരിറ്റി ഓർഗനൈസേഷനെ കുറിച്ചും ആലോചിക്കുകയാണ്. അതായത് ജനിതക രോഗങ്ങളുള്ളവരും ആരോഗ്യമില്ലാത്തവർക്കൊക്കെ 10ഉം 15ഉം കുട്ടികളെ ഉണ്ടാക്കാനുള്ള, അവരെ സഹായിക്കുക എന്നുള്ള ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ. അതായത് ഞാൻ വളരെ മാപ്പ് ചോദിക്കുന്നു, ആരോഗ്യമില്ലാത്തവരും ജനിതക രോഗങ്ങളുള്ള ആളുകളും കുട്ടി ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഞാൻ ക്രൂരനായോണ്ടാണ്. ഡാർവിൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടൻ്റെ ആ ഒരു ഗ്രന്ഥം വായിച്ച് ഞാൻ ബ്രെയിൻ വാഷായി തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ഓറിജിൻസ് ഓഫ് മനസാക്ഷി വായിച്ചപ്പോഴാണ് എനിക്ക് സത്യം മനസ്സിലായത്. അതുകൊണ്ട് തന്നെ
ഞാനൊരു ചാരിറ്റി പോലും തുടങ്ങാൻ വേണ്ടി ആലോചിക്കുന്നു. ആരോഗ്യമില്ലാത്തവർക്കും ജനിതക രോഗങ്ങളുള്ള ആളുകൾക്കും 10ഉം 15ഉം കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് ഫണ്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് സോളമൻ പറഞ്ഞ കറക്റ്റാണ്. കാരണം അവരെന്നെ തെറി വിളിക്കും. കാരണം അവർ 10ഉം 15ഉം കുട്ടികളെ ഉണ്ടാക്കണം. കാരണം അത് മെഡിക്കൽ മാഫിയയ്ക്കൊരു വെല്ലുവിളി അല്ല, മെഡിക്കൽ മാഫിയയ്ക്കൊരു വെല്ലുവിളിയാണ്. മെഡിക്കൽ മാഫിയനെ നമുക്ക് തകർക്കാനുള്ള ഒരു നല്ലൊരു അവസരമാണ്. അതായത് ഇവിടുത്തെ മെഡിക്കൽ മാഫിയനെയും വലിയ കോർപ്പറേറ്റ് ആശുപത്രിയൊക്കെ തകർക്കാനുള്ള നമ്മുടെ കയ്യിലുള്ള ഒരു കരുത്തുള്ള വെപ്പണാണ് ജനിതക രോഗങ്ങളുള്ള ആളുകൾക്കും ആരോഗ്യമില്ലാത്ത ആളുകൾക്കൊക്കെ 10ഉം 15ഉം കുട്ടികളെ ഉണ്ടാക്കാൻ സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കുക എന്നുള്ളത്. അത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മെഡിക്കൽ മാഫിയ നാട് വിട്ടുപോകും. അതുപോലെ മറ്റേ ആശുപത്രി വമ്പൻ കോർപ്പറേറ്റ് ആശുപത്രികൾ കൂപ്പുകുത്തും. ഇത് നമുക്ക് ചെയ്തെടുക്കണം. സോളമൻ പറഞ്ഞ വളരെ ശരിയാണ്. ഈ എളിയ ബുദ്ധി കുറഞ്ഞ ഏറ്റവും ഞാൻ ശരിക്കും പറഞ്ഞ എൻ്റെ ഈ കമൻ്റൊക്കെ അയച്ച ആളുകൾ എന്നെക്കാളും എത്രയോ അറിവുള്ള ആളുകളാണ്. ഇതൊന്നും ഇല്ലടോ. ഈ ബുദ്ധിയില്ലാത്ത ഈ ഒരു മണ്ടനോട് എല്ലാവരും ക്ഷമിക്കും എന്ന് വിചാരിക്കുന്നു. ബാക്കിയൊന്ന് കേൾക്കട്ടെ. നമ്മളൊരു കാര്യം തീരുമാനിച്ചു. അതിനുമ്പോൾ ഒരു കാര്യം പറയട്ടെ. അതായത് ശരാശരി ബുദ്ധിശക്തിയുള്ള ഒരാൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. അതായത് ആരോഗ്യമില്ലാത്ത ഒരാള് ഒരു ആരോഗ്യമില്ലാത്ത കുട്ടിയെ ഉൽപ്പാദിപ്പിച്ചിട്ട് ആ കുട്ടിയെ ഈ മെഡിസിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊണ്ട് തന്നെ ഒരു തരം ദുരന്തം അനുഭവിച്ച് ആ കുട്ടി ജീവിക്കുന്ന ഒരു ഇടവരുത്തുന്നതാണോ നന്മ, മനുഷ്യത്വം? അതേ ആരോഗ്യമില്ലാത്തൊരു കുട്ടിയെ ഈ ഭൂമിയിലോട്ട് ജനിപ്പിക്കാത്തതാണോ 1000 മടങ്ങ് മനുഷ്യത്വം? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. അപ്പൊ തീർച്ചയായിട്ടും മനുഷ്യത്വം എന്ന് പറയുന്നത് ആരോഗ്യമില്ലാത്തൊരു കുട്ടിയെ ഉണ്ടാക്കി ദ്രോഹിക്കുന്നേക്കാളും ആരോഗ്യമില്ലാത്തൊരു കുട്ടിയെ ജനിപ്പിക്കാതിരിക്കുന്നതാണ്. താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്കുക. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. പക്ഷെ അത് ഇന്നത്തെ ലോകത്ത് ചെയ്യുന്നില്ല. കാരണം അതിൽ ഇവിടുത്തെ മെഡിക്കൽ മേഖലയ്ക്കൊക്കെ അവരുടെ ലാഭം നഷ്ടപ്പെടും. അതുകൊണ്ട് അവർ ഇതൊരിക്കലും ഈ സത്യങ്ങളൊന്നും പറയത്തില്ല. അങ്ങനെ നമുക്കൊരു നേട്ടമില്ലാതെ സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞപ്പോൾ ഇതേ വീക്ക് ജെനറ്റിക്സ് ഉള്ളവന്മാര് നമ്മുടെ തെറി വിളിച്ച് മോയന്തേ, ഞാനിപ്പോ നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണ്. എനിക്കറിയാം നല്ല ആരോഗ്യമുണ്ടെന്ന്. ഞാൻ പിള്ളേർ ഉണ്ടാക്കുന്നു വിചാരിച്ചു. ആ കൊച്ചി ഏത് കോലത്തിലാണ് പുറത്തേക്ക് വരുന്നത് ആർക്കെങ്ങനെ അറിയാം? അതെല്ലാം മേളിയിരിക്കണതിന്റെ കയ്യിലാണ്. നീ പോങ്ങത്തരം വിളിച്ചു പറയില്ല. നിന്നെ പോലത്തെ ഒരു സന്തതി ജനിച്ചത് എങ്ങനെ തന്നെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇതിനേക്കാൾ നല്ല വല്ല വാഴ വെക്കുന്നതായിരുന്നു. ഒരു കാര്യം തീരുമാനിച്ച്. അതെ, സോളമൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. മുകളിലിരിക്കുന്ന ആളാണ് തീരുമാനിക്കുന്നത്. എനിക്ക് അതും തെറ്റുപറ്റിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ആ ഓറിജിൻസ് ഓഫ് സ്പീഷീസ് എന്നുള്ള സൂഡോ സയൻസ് ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ഒരു മണ്ടൻ, അവനെ സയന്റിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്, ഒരു മണ്ടൻ പ്രചരിപ്പിച്ചുകൊണ്ടാണ്. അതാണ് എല്ലാം മുകളിലിരിക്കുന്നവനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്നുള്ള ഗ്രന്ഥപ്രകാരം ഈ സത്യം ലോകത്തോട് വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ഫാം ഓണേഴ്സും എല്ലാ അനിമൽ ബ്രീഡേഴ്സും ദയവായി ഇത് കേൾക്കണം. എനിക്ക് പറയാനുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു കുഴിയിലോട്ട്, അതായത് സൂഡോ സയൻസിന്റെ കുഴിയിൽ കിടന്ന ഒരാളാണ്. ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം വായിച്ചപ്പോഴാണ് എനിക്ക് സത്യങ്ങൾ മനസ്സിലായത്. അതായത് എന്താണ്, എല്ലാ അനിമൽ ബ്രീഡേഴ്സും എല്ലാ മൃഗങ്ങളെ ബ്രീഡ് ചെയ്യുന്ന ആളുകളും ഈ സോളമൻ എന്ന് പറയുന്ന മഹത് വ്യക്തി പറഞ്ഞ അറിവ് സ്വീകരിക്കുക. വെറുതെ 10 ലക്ഷം രൂപ കൊടുത്ത് എന്തിനാണോ വിത്തുകാളെ വാങ്ങുന്നത്? എന്തിനാ ചാമ്പ്യൻ കുതിരയുടെ ബീജത്തിന് ലക്ഷങ്ങൾ കൊടുക്കുന്നേ? എന്ത് അസംബന്ധമാണ്! കുതിര മത്സരത്തിൽ ജയിച്ച ചാമ്പ്യൻ കുതിരയുടെ ബീജങ്ങൾ കോടിക്കണക്കിന് രൂപയ്ക്കാണ് ഇവർ വിൽക്കുന്നത്. എന്തിനാ? നല്ല ആരോഗ്യമുള്ള കുതിരക്കുട്ടി ഉണ്ടാവുന്നത് നല്ല ചാമ്പ്യൻ കുതിരയുടെ ബീജം കിട്ടിയിട്ടല്ല. അത് ഡാർവിൻ പറഞ്ഞതാണ്. ഓറിജിൻ ഓഫ് സ്പീഷീസ് എന്നുള്ള സൂഡോ സയൻസ് ആണ്. ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്നുള്ള സത്യസന്ധമായ ലെഫ്റ്റിസ്റ്റ് സയന്റിസ്റ്റുകളുടെ ഗ്രന്ഥം പറയുന്നത് മുകളിലിരിക്കുന്നവനാണ് തീരുമാനിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ആരോഗ്യമില്ലാത്ത ഒരു കുതിര, ഒരു ആൺകുതിരയെ മതി. ആരോഗ്യമില്ലാത്ത ഒരു ആൺകുതിരേനെ ആരോഗ്യമില്ലാത്ത പെൺകുതിരേനെയും വെച്ച് ഇണചേർന്ന ചാമ്പ്യൻ കുട്ടി ജനിക്കും. കാരണം ചാമ്പ്യൻ കുട്ടിയെ തരുന്ന മുകളിലിരിക്കുന്നവനാണ്. എനിക്ക് അബദ്ധം പറ്റി. ഞാൻ ഇത്രയും വലിയൊരു വിഡ്ഢിത്തം, ഇത്രയും വലിയൊരു സൂഡോ സയൻസ് ആണല്ലോ എൻ്റെ ഈശ്വര ഞാൻ ഇത്രയും നാള് സൊസൈറ്റിയിൽ പ്രചരിപ്പിച്ചെന്ന് പറയുമ്പോൾ ലജ്ജാവഹം അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ എല്ലാ അനിമൽ ബ്രീഡേഴ്സും നാളെ മുതൽ വിത്തുകാളെ എന്തിനാടോ 10 ലക്ഷം രൂപ കൊടുത്ത് മുന്തിയ ഇനം വിത്തുകാളെയൊക്കെ ഇറക്കി നിങ്ങളുടെ പണം പാഴാക്കുന്നേ? ആ വയലിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഒരു വിത്തുകാളെ എടുത്തോ,
ആ വിത്തുകാളയും വയലിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഒരു പെൺപശുവിനെ എടുത്ത് ഇണചേർത്തോ, ചാമ്പ്യൻ കുട്ടി ഉണ്ടാവും. കാരണം ചാമ്പ്യൻ കുട്ടിയെ മുകളിലിരിക്കുന്ന ആളാ തീരുമാനിക്കുന്നത്. അയ്യോ, എനിക്ക് അബദ്ധം പറ്റിയല്ലോ. ഇത്രയും നാള് ഞാൻ ഒരു ഭാവിയാണല്ലോ ഞാൻ. ബാക്കി കേൾക്കട്ടെ. അതായത് ഇനി മുതൽ നമ്മൾ വീക്ക്നെസ്സിനെ കുറിച്ച് ഒന്നും കെയർ ചെയ്യുന്നില്ല. വീക്കായിട്ടുള്ള ആളുകളെ കുറിച്ചൊന്നും, അതായത് ജനറ്റിക്കലി വീക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വീണ്ടും ഫ്രഞ്ച് വിപ്ലവം ഇന്ത്യൻ ഭരണഘടന കൊണ്ടുവരും. ഇന്ത്യൻ ഭരണഘടനയുടെ മുമ്പിൽ എല്ലാവരും ഈക്വലാണ്. ഞാൻ ജെനറ്റിക്സിന്റെ തലമാണ്, ബയോളജിക്കൽ തലമാണ് പറയുന്നത്. അപ്പോൾ ജനപരമായിട്ട് വീക്കായിട്ടുള്ള ആളുകളെ നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ പങ്കെടുപ്പിക്കുന്നില്ല. അവന്മാർക്ക് വേണ്ടി സംസാരിച്ച അവന്മാരാണ് നമ്മളെ തെറി വിളിക്കുന്നത്. അപ്പൊ അവന്മാരെ അനുഭവിക്കട്ടെ. നിന്റെ വർത്താനം കേട്ടാ നീ ഏണ്ട് 10-20,000 പിള്ളേരെങ്കിലും ഉണ്ടാക്കിയിട്ടിരിക്കണ പോലെയല്ലേ നിന്റെ വർത്താനം. അവിടെ നീ ഒരു കൊച്ചിനെങ്കിലും ഉണ്ടാക്കി കാണിക്കും, ആരോഗ്യമുള്ള ഒരു കൊച്ചിനുണ്ടാക്കി കാണിക്കും. നിനക്ക് ഈ പിള്ളേർ ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് അറിയാവോ? ചുമ്മാ പ്ലക്കുന്ന പരിപാടിയല്ല, അതിന് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പെണ്ണിന്റെ മെൻസസ് നോക്കണം, എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിന്റെയൊക്കെ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യണം. ഇനി നീ അങ്ങനെ ചെയ്താൽ തന്നെ നിന്റെ ഈ ബീജത്തിന് അണ്ടത്തിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത, അതായത് ക്വാളിറ്റി ഉണ്ടോയെന്ന് നിനക്കറിയാവോ? അത് ഉള്ളിലേക്ക് കയറുമെന്ന് നിനക്കറിയാവോ? ഈ അണ്ടം ഇനി നീ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പെണ്ണിനെ സെലക്ട് ചെയ്താലും അവളുടെ അണ്ടം ഇങ്ങനെ ഓപ്പൺ ആണോന്ന് വല്ല ഇതുണ്ടോ, നിയമമുണ്ടോ? ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് പിള്ളേരില്ലാത്ത എത്രയോ ആൾക്കാർ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്, എത്രയോ ലക്ഷങ്ങൾ മുടക്കുന്നുണ്ട്, എല്ലാം പെർഫെക്റ്റ് ആയിട്ട്. എടാ, അപ്പം നിനക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുക. ആദ്യം ഒരു പെണ്ണ് ഋതുമതിയായി കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞ് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിള്ളേരുണ്ടാകും. ഇനി ഉണ്ടാകുക ഇല്ലെന്നുള്ളതൊക്കെ മേളിയിരിക്കണവന്റെ കാര്യങ്ങളാണ് മോനെ. അല്ലാണ്ട് ഞാൻ വല്ല ആരോഗ്യമുള്ളവനാണെന്ന് കരുതിയിട്ട് പ്ലക്കിയിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല, നടക്കത്തില്ല. നീ അധികം ഉണ്ടാക്കി കാണിക്ക്. നീ ഉണ്ടാക്കുന്ന കൊച്ചിരമ്മ വന്ന ബുദ്ധിയാ. നിന്നെപ്പോലത്തെ ഒരു പോങ്ങനാണെങ്കിൽ ജനിക്കണമെങ്കിൽ എന്ത് ചെയ്യും? നിന്നെപ്പോലത്തെ ഒരു പോങ്ങനാണെങ്കിൽ ആ തിരുവനന്തപുരം ജില്ലയുടെ കാര്യം കഷ്ടം തന്നെടേ. അതെ അതെ, ഞാൻ ഏറ്റവും വലിയ വേസ്റ്റാണോ? കണ്ടില്ലേ കഴിഞ്ഞ ദിവസത്തില് 2 പേരെ തോളിലെടുത്തി പുഷപ്സ് ചെയ്യുക, അത് വെള്ളവും ഭക്ഷണവും മാത്രം കഴിച്ചോളാം. കാരണം എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്ത പയ്യന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവന്മാർ കള്ളം പറഞ്ഞായിരിക്കും. അവന്മാർ പറഞ്ഞ് നല്ല വർക്കൗട്ട് ചെയ്യുന്ന പയ്യന്മാരാണ്. അരുണിനെ പോലെ ഇത്രയും മെൻറ്റാലിറ്റിയും ഇത്രയും ഹാർഡായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളെയൊന്നും കണ്ടിട്ടില്ല. പിന്നെ കുറച്ച് ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞു നടക്കുന്ന, ബുദ്ധിജീവി ചമഞ്ഞ് നടക്കുന്ന കുറേ പേരും പറഞ്ഞ് ഞാൻ ഭയങ്കര എന്നെ പോലെ ബുദ്ധിയോ അറിവുള്ള ഒരാളെ കണ്ടിട്ടില്ലെന്ന് അവരും പറഞ്ഞു. ചുമ്മാ എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞതെന്ന് അറിയാം. ഇപ്പോഴാണ് മനസ്സിലായത് ഞാൻ മണ്ടനാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്. കാരണം ഇത്രയും നാച്ചുറൽ ബോഡി, ആ യൂജിൻ സാൻഡേർഡൊക്കെ ലെവലേ 10-18 വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കി. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്. ഇവിടെ ജങ്ക് ഫുഡൊക്കെ അടിച്ച് വെള്ളമൊക്കെ അടിച്ച് കറങ്ങി നടക്കുന്ന, നല്ല മെറ്റബോളിസം ഒന്നും ഇല്ലാത്ത, എൻ്റെ അത്ര ഇതുപോലെ ബോഡിയുടെ ഷേപ്പൊന്നും ഇല്ലാത്ത ആളുകൾക്കാണ് നല്ല ആരോഗ്യമുള്ള കുട്ടി ഉണ്ടാവുന്നത്. എനിക്കൊന്നും ഒരു ക്വാളിറ്റി ഇല്ലല്ലോ. കാരണം ഇങ്ങനെ ഇരിക്കുന്നത് ടെസ്റ്റോസ്റ്റെറോൺ എൻ്റെ ശരീരത്തിൽ ഭയങ്കര കുറവാണോ. ടെസ്റ്റോസ്റ്റെറോണുള്ള ഹോർമോണേ ടെസ്റ്റോസ്റ്റെറോൺ, അതായത് ഈ ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്നുള്ള ഈ ഗ്രന്ഥത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു അമൂല്യമായ ഒരു നിധി പോലത്തെ ഒരു അറിവ് എന്തെന്നറിയാമോ? അതായത് ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അടയാളം ഓറിജിൻസ് ഓഫ് മനസാക്ഷിയിൽ പറയുന്നത് ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് കൂടിയ ബോഡിയിൽ അസ്തറ്റിക്സ് ഷേപ്പൊന്നും കാണാതെ, വലിയ മസിൽ മാസൊന്നും കാണാതെ കുറച്ച് വയറൊക്കെ ചാടിയിരിക്കും. അതാണ് ഹൈ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ സൈൻ എന്ന് ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്നുള്ള ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അതേസമയം എന്നെപ്പോലുള്ള ആളുകൾക്ക് ടെസ്റ്റോസ്റ്റെറോൺ കുറവാണ്, ഹോർമോണിൻ്റെ സ്ഥലത്തൊക്കെ പ്രശ്നമാണ്, മെറ്റബോളിസം പ്രശ്നമാണ്. കണ്ടില്ലേ എത്ര അനാരോഗ്യവാനാണ് ഞാനെന്ന് ആലോചിച്ച് നോക്കിയാണ്. 18 വർഷം ഇങ്ങനെ ഇതിലോട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന ഞാൻ എത്ര അനാരോഗ്യവനാണ്. എന്നെ കണ്ടറിഞ്ഞൂടെ? എനിക്ക് ഒരിക്കലും ആരോഗ്യമുള്ള കുട്ടി ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം രൂപം കണ്ടറിഞ്ഞൂടെ? കണ്ടില്ലേ? അതും നാച്ചുറലായിട്ടാണ്, വേറെ സപ്ലിമെൻ്റ് ഒന്നും എടുക്കാതെ ഇത്രയും വർഷം ചെയ്തതാണ്. അപ്പോൾ നല്ല ആഹാരപ്രേമം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നല്ല ആഹാരപ്രേമികളും വർക്കൗട്ട് ചെയ്യാത്തവരും അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ നല്ല ആരോഗ്യമുള്ള കുട്ടി ഉണ്ടാവും. അതെ അതെ, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എനിക്ക് ബുദ്ധിയും ഇല്ല ആരോഗ്യവും ഇല്ല. മറ്റേ ഇന്നലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് അങ്ങ് കണ്ടാൽ മതി. ഞാൻ 2018 ചെയ്തല്ലോ, ഭയങ്കര അസാമാന്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനം കൊണ്ട് ചെയ്തതാണ്. അതൊക്കെ ആയിട്ടങ്ങ് കണ്ടോ, അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഞാൻ ഒന്നിനും കൊള്ളാത്തവൻ, അത് ബുദ്ധിയില്ല, ചിന്താശേഷിയില്ല, ശാരീരിക ആരോഗ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ മരപ്പാഴായിട്ട് വേണമെങ്കിൽ എന്നെ കരുതാം. കാരണം കണ്ടില്ലേ രൂപ ഇരിക്കും, നോക്കണോ കോലം നോക്കണോ, ഇത്രയും വൃത്തികെട്ടൊരു കോലം കണ്ടില്ലേ. ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്നുള്ള ഗ്രന്ഥപ്രകാരം കേട്ടാ ലോ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ സൈനാണ്. കേട്ടോ ഉരുണ്ടിരിക്കണ കണ്ടില്ലേ, ആ ഷേപ്പൊക്കെ കണ്ടിട്ടില്ലേ, ഫാറ്റ് പെർസെൻറ്റേജ് ഒക്കെ കുറഞ്ഞിരിക്കുന്നുണ്ട്. നല്ല മോശം ടെസ്റ്റോസ്റ്റെറോണിൻ്റെ സൈനാണ്. അതായത് നല്ല മസ്കുലറായിട്ടുള്ള പുരുഷന്മാരൊക്കെ ടോക്സിക് മസ്കുലാരിറ്റിയാണ്. കണ്ട ഇത് ടോക്സിക് ആണ്, വളരെ ഈവിലാണ്, വളരെ മോശമാണ്. അപ്പോൾ ടോക്സിക് മസ്കുലാരിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ഇരിക്കുന്ന, അതായത് മസിലുള്ള രൂപം എന്ന് പറയുന്നത് കുറഞ്ഞ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ സൈൻ എന്നാണ് ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്ന് പറയുന്ന ജീവശാസ്ത്ര ഗ്രന്ഥത്തിൽ പറയുന്നത്.
അപ്പോൾ ആ ഗ്രന്ഥത്തിൽ പറയുന്ന ഏതാണ്, കുറച്ച് തടിയൊക്കെ വെച്ച് വയറൊക്കെ ചാടി ഇരിക്കുന്ന ആളുകളാണ് ഹൈ ടെസ്റ്റോസ്റ്ററോൺ, അവർക്ക് മാത്രമാണ്. കാരണം ബോഡി അതായത് ഓറിയൻസ് ഓഫ് മനസാക്ഷിയിൽ പറയുന്നത്, അതായത് നല്ല കുട്ടികൾ ഉണ്ടാക്കാൻ കഴിവുള്ള ആളുകൾ ശരീരത്തിന് ഷേപ്പൊന്നും കാണാതെ കുറച്ച് വയറൊക്കെ ചാടിയിരിക്കും. ശരീരത്തിന് അസ്തറ്റിക്സ് ഷേപ്പൊക്കെ ഉള്ള നാച്ചുറൽ ആയിട്ടുള്ള ആളുകൾ വളരെ മോശപ്പെട്ടവരാണ്. അവർ കുട്ടി ഉണ്ടാക്കിയ വളരെ മോശം കുട്ടി ഉണ്ടാവും. പിന്നെ ഇതൊക്കെ തീരുമാനിക്കുന്ന മുകളിലിരിക്കുന്ന ആളല്ലേ. അതുകൊണ്ട് അനിമൽ ബ്രീഡേഴ്സ്, എനിക്ക് പരിചയമുള്ള പല അനിമൽ ബ്രീഡേഴ്സും ഉണ്ട്, ബ്രീഡിങ് ചെയ്യുന്ന ആളുകളുണ്ട്. വെറുതെ നിങ്ങൾ വിലപിടിപ്പുള്ള ചാമ്പ്യൻ അനിമലിനെ കൊണ്ടുവന്ന് ബ്രീഡ് ചെയ്യണ്ട. നിങ്ങൾ എന്തിനാണോ നല്ല ആരോഗ്യമുള്ള പട്ടിക്കുട്ടിയൊക്കെ കിട്ടാൻ വഴി നിൽക്കുന്നതൊക്കെ ഒരു പട്ടിയും പൂച്ചയൊക്കെ വെച്ച് ഇണയർന്നാൽ മതിയിടോ. ആരോഗ്യമുള്ള കുട്ടിയെ തരുന്നത്, അതായത് നിങ്ങളിപ്പോൾ വഴി നിൽക്കുന്ന ഒരു തെരുവുനായ ആണിനെയും തെരുവുനായ പെണ്ണിനെയും ചേർത്ത് ഇണയർത്താലും ചിലപ്പോൾ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ നിലവാരത്തിൽ വരുന്ന ഒരു തെരുവുനായ കുട്ടി തന്നെ ഉണ്ടാവും. കാരണം ഈ തെരുവുനായ ആണും പെണ്ണും ആരോഗ്യമൊന്നും ഇല്ലാത്ത രോഗികളാണെങ്കിലും ജനിക്കുന്ന കുട്ടി ഈ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ആരോഗ്യത്തിലുള്ള കുട്ടി തന്നെ ആയിരിക്കും. കാരണം അത് തീരുമാനിക്കുന്ന മുകളിലിരിക്കുന്നവനാണ്. പിന്നെ 18 വർഷം എൻ്റെ ഇതിനു വേണ്ടി, വർക്കൗട്ടിന് വേണ്ടിയും ജീവിതത്തിൽ ജങ്ക് ഫുഡ് കഴിക്കാതെ ദുശീലങ്ങളില്ലാതെ ഇത്രയും വർഷം ജീവിച്ച മരപ്പാടായിട്ടുള്ള ഞാൻ ഉണ്ടാക്കിയ വളരെ മോശപ്പെട്ട കുട്ടികളെ ഉണ്ടാവുള്ളൂ. പിന്നെ ആഹാരപ്രേമമൊക്കെ പറഞ്ഞ് ജങ്ക് ഫുഡൊക്കെ അടിച്ച് ജീവിത ആഘോഷം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ, അവർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടണമല്ലോ. ഈ ആഹാരപ്രേമം ഇന്നെ ഓരോ ഹോട്ടലുകളിൽ പോയി ജങ്ക് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ 18 വർഷം ഇങ്ങനെ ഇരിക്കുന്നത്, സ്ട്രിക്റ്റ് ഡയറ്റൊക്കെ ചെയ്തിരിക്കുന്ന, ഇതൊന്നും വലിയ പടിയോ ഇതിനെ പുകഴ്ത്താനൊന്നുമില്ല. പുകഴ്ത്തേണ്ടതൊക്കെ ആഹാരപ്രേമി, സിഗരറ്റ് വലി, വെള്ളമോടി, എത്ര പാടെന്നറിയാമോ ഒരു സ്ഥലത്തിരുന്ന് സിഗരറ്റ് വലി, വെള്ളമോടി, TV ഒക്കെ കണ്ട് ചിപ്സൊക്കെ തിന്നിങ്ങനെ കിടക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നവരാണ് ഹൈ ക്വാളിറ്റി. ഞാൻ എല്ലാവർക്കും ക്ഷമ ചോദിക്കുന്നു. ഇത്രയും വലിയൊരു മരപ്പാടാണ്, 18 വർഷം ഞാൻ പാഴായിട്ടുള്ളൊരു കാര്യം ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ ലജ്ജാവഹം. പിന്നെ 18 വർഷമാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി കേൾക്കട്ടെ. കാരണം ഇത് ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് പറയാനുള്ള ബോൾസും ഹാർട്ടും ഒന്നും ഒരുത്തനും ഇല്ല. മനസ്സിലായി? എല്ലാവരും സ്വന്തമായിട്ട് കുറെ പണം ഉണ്ടാക്കി ഞണ്ണണമെന്ന് തന്നെയാണ് സകല മറ്റവന്മാർ ഇവിടെയുള്ള ചിന്തിക്കുന്നത്. ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞിട്ടുണ്ടോ ഇതിനു മുമ്പ് ആരോഗ്യമില്ലാത്ത ആളുകൾ കുട്ടി ഉണ്ടാക്കരുത്? ആരും പറയത്തില്ല, കാരണം അവന് ഹാർട്ടില്ല. പിന്നെ നീ പറയുന്ന കംപ്ലീറ്റ് പൊങ്ങത്തരമുണ്ട്. എനിക്ക് ഗുണമുണ്ടായാലേ ഉള്ള കാര്യം പറയാമല്ലോ. നിന്റെ ഈ പൊങ്ങത്തരം വീഡിയോക്ക് റിയാക്ട് ചെയ്ത് കാരണം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നുണ്ട്. വീട്ടിലെ പാല്, വണ്ടിയുടെ അടവ്, കറണ്ട് ബില്ല്, ഇതെല്ലാം നിന്നെ കൊണ്ട് നല്ല വൃത്തിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് സ്റ്റോപ്പാക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, നിന്നെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ വാഴ വെക്കരുത് നിന്നെക്കാൾ നല്ലതെന്ന്. അപ്പൊ ഞാൻ ഈ പരിപാടി അങ്ങോട്ട് നിർത്തുകയാണ്. നീ ഈ കുരക്കുന്ന പട്ടിയുടെ വായിക്കൊണ്ട് കൈവച്ചോ, അത് കടിക്കല. പക്ഷെ കടിക്കുന്ന പട്ടിയുടെ വായിക്കൊണ്ട് നീ കൈവെക്കാൻ നിൽക്കരുത്. പറഞ്ഞു മനസ്സിലായോ? നീ എന്റെ പിക്ചറിട്ട് നീ എന്നോട് കളിച്ചുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കണത്. അതെന്റെ ജീനിന്റെ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ നിന്നെ വിടാതെ കണ്ടുപിടിച്ചത്. അപ്പോ നീ ചിക്കുമേന്റെ തിരുവനന്തപുരത്ത് കാണുന്ന പോലെ പീക്കിരി പിള്ളേരെ കാണുന്ന പോലെ എന്നെ കാണണ്ട കേട്ടാ. ആരോഗ്യമില്ലാത്ത ആളുകൾ കുട്ടി ഉണ്ടാക്കി ആ ആരോഗ്യമില്ലാത്ത കുട്ടിക്ക് മരുന്നും ബാക്കി ചികിത്സയൊക്കെ വിറ്റ് പണം ഉണ്ടാക്കാനായിരിക്കും ഇവന്മാർ ചിന്തിക്കുന്നത്. മനസ്സിലായ? അപ്പോൾ മനസ്സിലായല്ലോ. ഇനി മുതൽ ഞാൻ പറയുകയാണ്, ഓറിയൻസ് ഓഫ് മനസാക്ഷി എന്ന് പറയുന്ന ജീവശാസ്ത്ര ഗ്രന്ഥം വെച്ചിട്ടേ ഞാൻ ഈ പറയുള്ളൂ. ഇനി ഇവിടെ ആശുപത്രികൾ അടച്ചുപൂട്ടണം, മെഡിക്കൽ മാഫിയ നാട് വിട്ടു പോകണം, ആശുപത്രികളുടെ എണ്ണം കുറയണം. ഇനി അതാണ് നടക്കാൻ പോകുന്നത്. കാരണം ഇത്രയും നാൾ ഞാൻ മാത്രമേ ഉള്ളൂല്ലോ. ഇതിനു മുമ്പ് ഒരാൾ ഇത് പറയാൻ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പറയാൻ ഇതിനു മുമ്പ് ഒരാൾ ജനിച്ചിട്ടുമില്ല. ഇനി അത് പറയാൻ മാത്രമുള്ള ഒരുത്തന് ഇനി ജനിക്കാനും പോകുന്നില്ല. കാരണം ആ സൂഡോ സയൻസ് ആയിരുന്നല്ലോ അത് പറയുന്നത്. അതൊക്കെ ഞാൻ അങ്ങ് നിർത്തി. രണ്ടാമത്തെ കാര്യം അവൻ തന്നെ പറഞ്ഞല്ലോ, എന്നെ വെച്ച് കുറെ ഞണ്ണിയെന്ന്. രണ്ടാമത്തെ കാര്യം അവൻ എല്ലാം തികഞ്ഞവനാണല്ലോ. കാരണം ഭയങ്കര പാടാടോ ഇഞ്ചക്ഷൻ എടുത്ത്. ഇതൊക്കെ എന്ത് 18 വർഷം നാച്ചുറലായിട്ട് ബോഡി ഉണ്ടാക്കി, ഇതൊക്കെ നിസ്സാര കാര്യം. ഇഞ്ചക്ഷൻ കുത്തി അതിൽ നിന്ന് കിട്ടുന്ന ഫേക്ക് എനർജിയിൽ കാറ്റടിക്കുമ്പോൾ ബലൂൺ വലിക്കുമ്പോൾ ഫേക്ക് മസിൽ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ അവൻ ഭയങ്കര മഹാനാണല്ലോ. കാരണം അവൻ പറഞ്ഞു കേട്ടില്ലേ, അത് തിരുവനന്തപുരത്തിലെ ഏറ്റവും മരപ്പാടാണ് ഞാൻ. തിരുവനന്തപുരത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും മരപ്പാടാണ് ഞാൻ. രണ്ടാമത്തെ കാര്യം ഏതാണോ പറഞ്ഞത്, അവൻ വീട്ടിലെ പാല് നല്ല പൈസ ഉണ്ടാക്കിയെന്ന്. കാരണം ഇവനൊക്കെ അതേ പറ്റുള്ളൂ. കാരണം മെജോറിറ്റിയും അതാണല്ലോ. മെജോറിറ്റിയും ഓറിയൻസ് ഓഫ് മനസാക്ഷി എന്ന് പറയുന്ന ഗ്രന്ഥം അറിയുന്നുള്ളവരാ. ഞാൻ മണ്ടൻ, ബുദ്ധിയില്ലാത്ത ഒരുത്തനാ, ബ്രെയിൻ വാഷ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ഈ പുതിയൊരു ചാരിറ്റി സംഘടന, അതായത് ഞാനിപ്പോൾ ന്യൂട്രൽ പൊളിറ്റിക്സ് ആണ്, അപ്പോൾ പുതിയൊരു ചാരിറ്റി സംഘടന നമുക്ക് തുടങ്ങാം. അപ്പോൾ ചാരിറ്റിയിൽ ഫണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഫണ്ട് ചെയ്യുക. ആരോഗ്യമില്ലാത്തവർക്കും ജനിതക രോഗങ്ങൾ ഉള്ളവർക്കും 2 പ്രോഗ്രാമാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. ഒന്നാമത്തെ പ്രോഗ്രാം ആരോഗ്യം ഇല്ലാത്തവർക്കും ജനിതക രോഗങ്ങളുള്ളവർക്കും
10-15 കുട്ടികളെ ഉണ്ടാക്കാൻ അവർക്ക് ചാരിറ്റി ചെയ്യുക. അവർ 10-15 കുട്ടികളെ ഉണ്ടാക്കണം. കാരണം ആരോഗ്യവും ജനിതക രോഗങ്ങളും ഇല്ലാത്തവരും കുട്ടികളെ ഉണ്ടാക്കിയാലും നല്ല ആരോഗ്യമുള്ള കുട്ടികളുണ്ടാകും, ഹൈ ക്വാളിറ്റി. കാരണം മുകളിലിരിക്കുന്ന ആളാണ് തീരുമാനിക്കുന്നത്. അതാണ് ഓറിൻസോസ് മനസാക്ഷി എന്ന് പറയുന്ന ജീവശാസ്ത്ര ഗ്രന്ഥത്തിൽ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, എല്ലാ ഫാമുകളിലും എല്ലാ അനിമൽ ബ്രീഡിംഗ് സെൻറ്ററുകളിലും അവെയർ ചെയ്യുക. കാരണം ഈ ഡാർവിൻ എന്ന് പറയുന്ന കള്ളൻ്റെ സൂഡോ സയൻസാണ് ആ പാവപ്പെട്ട ബ്രീഡർമാർ മൊത്തം തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്. പൂച്ചേനൊക്കെ ഒന്ന് കാണണം, 1.5 ലക്ഷം രൂപയെന്ന് ചാമ്പ്യൻ പേർഷ്യൻ ക്യാറ്റിൻ്റെ കുട്ടിക്ക്. എന്തിനാണോ ചാമ്പ്യൻ? കള്ളമാണ്. ചാമ്പ്യൻ അല്ലാത്തതിന് ലോകത്തില്ല. എല്ലാ ജനറ്റിക്സും ഈക്വലാണ്. ഈ സത്യം മനസ്സിലാക്കുക അനിമൽ ബ്രീഡേഴ്സെ. എനിക്ക് ഓരോ അനിമൽ ബ്രീഡർമാരും പറ്റിക്കപ്പെടുകയാണ്. ചാമ്പ്യൻ്റെ കുട്ടി എന്ന് പറഞ്ഞ് 1.5 ലക്ഷം രൂപയ്ക്ക് ഒരു പൂച്ചയെ കൊടുക്കുക, എന്നിട്ട് ചാമ്പ്യൻ അല്ലാത്തത് 10,000 രൂപയ്ക്ക് കൊടുക്കുക. അത് കള്ളമാണ്. ചാമ്പ്യൻ്റെ കുട്ടി എന്ന് പറയുന്ന സ്കാമാണ്. ഒരു വ്യത്യാസവും ഇല്ല. 10,000 രൂപയുടെ കുട്ടിയും 1.5 ലക്ഷത്തിൻ്റെ ചാമ്പ്യൻ്റെ കുട്ടിയും ഒരുപോലെ ഇരിക്കും. കാരണം 10,000 രൂപയ്ക്ക് വാങ്ങുന്ന കുട്ടി ചാമ്പ്യൻ്റെ കുട്ടിയുടെ അതേ നിലവാരത്തിലെത്തും. കാരണം മുകളിലിരിക്കുന്ന ആളാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഒരു അനിമൽ ബ്രീഡേഴ്സും ഡാർവിൻ എന്ന് പറയുന്ന കള്ളൻ്റെ സൂഡോ സയൻസിൽ പെടരുത്. ഓറിജിൻസ് ഓഫ് മനസാക്ഷിയാണ് സത്യസന്ധമായ ഗ്രന്ഥം. അത് തന്നെ ചെയ്യുക. വിത്തുകാളെ വേണ്ട, വഴി നിൽക്കുന്ന കാള മതി. വിത്തുകാളെക്കാളും ഹൈ ക്വാളിറ്റി കുട്ടിയെ നമുക്ക് വഴി നിൽക്കുന്ന ഒരു ക്വാളിറ്റി ഇല്ലാത്ത കാളെ ഉപയോഗിച്ച് നമുക്ക് നല്ല കാളെ ഉണ്ടാക്കാം. മുകളിലിരിക്കുന്ന ആളാണ് തീരുമാനിച്ചത്. അത് പറഞ്ഞായിരുന്നു കണ്ടില്ലേ? ബോഡി ബിൽഡിങ്ങിൻ്റെ ഫാദറായിട്ടുള്ള യൂജിൻ സാൻഡയുടെ പാത അതുപോലെ പിന്തുടരുന്ന സത്യസന്ധമായ ഭരത് ഖേണൻ ലെഫ്റ്റനന്റ് മറ്റേ മിസ്റ്റർ കേരള ബെർണാഡ് സോളമനാണ് പറഞ്ഞ്. അതുകൊണ്ട് തന്നെ എല്ലാ അനിമൽ ബ്രീഡേഴ്സും സൂഡോ സയൻസ് വിട്ട് ഓറിജിൻസ് ഓഫ് മനസാക്ഷി എന്ന് പറയുന്ന ആ ഒരു ജീവശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ നിയമമനുസരിച്ച്, സത്യസന്ധമായ നിയമമനുസരിച്ച് അനിമൽ ബ്രീഡേഴ്സൊക്കെ പ്രവർത്തിക്കുക. ചാമ്പ്യൻ എന്ന് പറയുന്ന മൃഗത്തെ, ഈ സ്കാം നിരോധിക്കുക. ഒരു ജർമ്മൻ ഷിപ്പേഡ് ഡോഗ് ചാമ്പ്യൻഷിപ്പിൽ ജയിക്കുന്ന ചാമ്പ്യൻ ഡോഗിൻ്റെ കുട്ടിക്ക് എന്തിനാ ലക്ഷങ്ങൾ? സാധാരണപ്പെട്ട ഒരു വഴി നിൽക്കുന്ന ഒരു ജർമ്മൻ ഷിപ്പേഡിൻ്റെ കുട്ടിയും ചാമ്പ്യൻ്റെ കുട്ടിയും അത് കള്ളമാണ്, സ്കാമാണ്. എല്ലാ കുട്ടിയും ഒരുപോലെയാണ്, ഒരു ക്വാളിറ്റിയിൽ വ്യത്യാസവും ഇല്ല. വഴി നിൽക്കുന്ന ഒരു 10,000 രൂപയുടെ ജർമ്മൻ ഷിപ്പേഡ് ചാമ്പ്യൻ അല്ലാത്ത ജർമ്മൻ ഷിപ്പേഡ് കുട്ടി ഉണ്ടാക്കിയ ചാമ്പ്യനേക്കാളും ക്വാളിറ്റിയുള്ള കുട്ടി ഉണ്ടാവും. കാരണം എന്താ? മുകളിലിരിക്കുന്ന ആൾ അതൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? എൻ്റെ എല്ലാ തെറ്റുകളും ക്ഷമിക്കണം. ഇതോടുകൂടി ഒരു ഏറ തന്നെ കഴിഞ്ഞു. സൂഡോ സയൻസ് ഏറ കഴിഞ്ഞു. ഇനി ഓറിജിൻസ് ഓഫ് മനസാക്ഷി വെച്ച് ഞാൻ പറയുള്ളൂ. ആശുപത്രികളുടെ എണ്ണം കുറയട്ടെ. ഞാൻ ഇനി ഓറിജിൻസ് ഓഫ് മനസാക്ഷി വെച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആ സത്യം വെച്ചിട്ടാണ്, മറ്റേ സൂഡോ സയൻസ് വിട്ട്. അതുകൊണ്ട് ഇനി ആശുപത്രികളുടെ എണ്ണം കുറയും. മെഡിക്കൽ മാഫിയ നാടുവിടും. മരുന്ന് കമ്പനിക്കാർ അടച്ചുപൂട്ടും. ഗവൺമെന്റിന് പണം ലാഭിക്കാം. അപ്പോൾ അതാണ് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, സി യു. തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക.